ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൂം ആൻഡ് ട്രിക്സ്. നമ്മുടെ 50 ഡേ സ്റ്റഡി പ്ലാനിലെ തേർഡ് വീക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് MZO-009 റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പറാണ്. കഴിഞ്ഞ 2 വീക്കിലെയും പേപ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടി എളുപ്പമാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സെക്കൻഡ് ഇയർ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് ഈ പേപ്പർ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എക്സ്പെരിമെൻ്റൽ റിസർച്ച്. 2 വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ 2 വേരിയബിൾസ് എടുക്കുന്നു, അതിലൊന്ന് ചേഞ്ച് ചെയ്യുന്നു, അപ്പോൾ മറ്റേതിന് എങ്ങനെ അത് ബാധിക്കുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഈ ടെസ്റ്റിംഗ് എപ്പോഴും ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിലായിരിക്കണം ചെയ്യേണ്ടത്. കാരണം മറ്റൊരു വേരിയബിൾസും ഇവരെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് എക്സ്പെരിമെൻ്റൽ റിസർച്ചസ് പൊതുവേ നടക്കുന്നത് ലബോറട്ടറികളിൽ വെച്ചിട്ടാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കവറി ഓഫ് നോളജ് എന്നുള്ള കൺസെപ്റ്റാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ 2 വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിലൊന്നിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും രണ്ടാമത്തേതിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും വിളിക്കുന്നു. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും, അതിനുശേഷം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് ചേഞ്ചാണ് സംഭവിച്ചതെന്ന് നോക്കും. അതായത് കോസ് നടക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുക ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതുകൊണ്ടാണ് അതിന് പേര് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഏത് വേരിയബിൾ ഉണ്ടെങ്കിലും അതിന് കൺട്രോൾഡ് കണ്ടീഷനിലായിരിക്കണം വെക്കേണ്ടത്. അറ്റ് എ ടൈം ഒരു വേരിയബിൾ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റൂളിനെ നമ്മൾ ലോ ഓഫ് സിംഗിൾ വേരിയബിൾ എന്നാണ് പറയുന്നത്. അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കോസ് എഫക്റ്റ് റിലേഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് മാത്രമേ ഒരു സമയത്ത് മാറ്റാൻ പാടുള്ളൂ, ബാക്കി എല്ലാ വേരിയബിൾസിനെയും നമ്മൾ കൺട്രോൾഡ് കണ്ടീഷനിലായിരിക്കണം വെക്കേണ്ടത്. ഈ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ടാണ്. ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും രണ്ടാമത്തത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും. കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തില്ല. എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൺട്രോൾ ഗ്രൂപ്പ് എന്തിനായിരിക്കും? നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേണം. ഈ ഐഡിയൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ആദ്യം ഒരു പ്രോബ്ലം വേണം, കാരണം ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം വേണം, രണ്ടാമത് വേരിയബിൾസ് വേണം, ഈ എക്സ്പെരിമെൻ്റ് നടത്താനുള്ളൊരു സെറ്റപ്പ് വേണം, പിന്നെ അത് മെഷർ ചെയ്യാനുള്ള പ്രൊസീജിയറും കൂടെ വേണം. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് 4 രീതിയിലാണ് എക്സ്പെരിമെൻ്റ് ഡിസൈൻസ് ഉള്ളത്. ആദ്യത്തേത് നോക്കാം. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അല്ലെങ്കിൽ ബിഫോർ ആഫ്റ്റർ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇത് ക്ലാസിക്കലായിട്ടുള്ള ഡിസൈനാണ്. അതായത് നോർമലായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുക ഈ ഒരു രീതിക്കാണ്. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും, ഒന്ന് കൺട്രോൾ ഗ്രൂപ്പ്, ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. എന്നിട്ട് ഇവർ 2 ആൾക്കാരെയും മെഷർ ചെയ്യും ബിഫോർ എക്സ്പെരിമെൻറ്റ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. എക്സ്പെരിമെൻറ്റിന് മുന്നേ ഇവരെ ആദ്യം മെഷർ ചെയ്യും, പിന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം നടത്തിയിട്ട് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യും. എക്സ്പെരിമെൻറ്റിന് ശേഷം വീണ്ടും എല്ലാവരെയും മെഷർ ചെയ്യും. എക്സ്പെരിമെൻറ്റിന് ശേഷം കൺട്രോൾ ഗ്രൂപ്പിൻ്റെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെയും 2 ഗ്രൂപ്പിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ മെഷർ ചെയ്യും, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്യും. അപ്പോൾ 2 പ്രാവശ്യമാണ് മെഷർമെൻറ്റ് നടത്തുക, ഒന്ന് എക്സ്പെരിമെൻറ്റിന് മുന്നേ, പിന്നെ എക്സ്പെരിമെൻറ്റിന് ശേഷം. 2 സമയങ്ങളിലും 2 ഗ്രൂപ്പിനെയും മെഷർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഒരു ജനറലൈസേഷനിലേക്ക് എത്തുന്നത്. എക്സ്റ്റേണൽ വേരിയബിളിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അടുത്തത് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അല്ലെങ്കിൽ ആഫ്റ്റർ ഓൺലി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമ്മുടെ ഇഗ്നോ ടെക്സ്റ്റ് ബുക്കിൽ പ്രീ ടെസ്റ്റ് ഓൺലി എന്നാണ് എഴുതിയിട്ടുള്ളത്. പഠിക്കുന്ന സമയത്ത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് എക്സ്പെരിമെൻറ്റിന് ശേഷം മാത്രമാണ് നടത്തുന്നത്. അതായത് ആദ്യം 2 ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്യും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. ഇതിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ എക്സ്പെരിമെൻ്റ് നടത്തും, അതിനുശേഷം 2 ഗ്രൂപ്പുകളെയും എടുത്തിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ മെഷർ ചെയ്യും. 2 ഗ്രൂപ്പിലെയും ഈ മെഷർമെൻറ്റിനെ കമ്പയർ ചെയ്യും, ലാസ്റ്റ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തും. ഈ ഒരു ഡിസൈനിലും നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റില്ല. അടുത്തത് ക്വാസി ഡിസൈൻ, അല്ലെങ്കിൽ എക്സ്പോസ്റ്റ് ഫാക്ടർ ഡിസൈൻ. ഇതിൽ നമുക്ക് റാൻഡമായിട്ട് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വാരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് സ്റ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു പ്രോബ്ലത്തിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. എക്സാമ്പിൾ, നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് പോവേർട്ടി ഓൺ എഡ്യൂക്കേഷൻ.
അപ്പോൾ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ പട്ടിണിക്കിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുക, ഓൾറെഡി അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടാവും, അത് നമ്മൾ സെലക്ട് ചെയ്യും, അങ്ങനെ കോസും എഫക്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാണ് ഈ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ബയസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ അക്യുറസിയും വളരെ കുറവാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ ഡിസൈൻ അല്ലെങ്കിൽ മിക്സ്ഡ് ഡിസൈൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരൊറ്റ കമ്പാരിസൺ മാത്രം നടത്തുന്നുണ്ടെങ്കിൽ ഈ മിക്സ്ഡ് ഡിസൈനിൽ മൾട്ടിപ്പിൾ കമ്പാരിസൺ നടത്തും. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാകുമ്പം ഒരു വേരിയബിളിൻ്റെ അകത്ത് നിന്ന് തന്നെ മറ്റൊരു കമ്പാരിസണും കൂടി നമ്മൾ നടത്തുന്നുണ്ട്. ദാറ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ദി ഗ്രൂപ്പ്സ് ആൻഡ് കമ്പാരിസൺ വിത്തിൻ ദി ഗ്രൂപ്പ്. നമ്മൾ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ എടുക്കുന്നത്, ഒന്ന് ബോയ്സും മറ്റൊന്ന് ഗേൾസും ആണെങ്കിൽ ആ ബോയ്സും ഗേൾസും തമ്മിലൊരു കമ്പാരിസൺ നടക്കും, അതാണ് ബിറ്റ്വീൻ ദി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രൂപ്പ് എയിലെ ബോയ്സിൽ എക്സ്പെരിമെൻറ്റിന് മുന്നേ എന്ത് സംഭവിച്ചു, എക്സ്പെരിമെൻറ്റിന് ശേഷം എന്ത് സംഭവിച്ചു, ഗ്രൂപ്പ് ബിയിലെ ഗേൾസിൽ എക്സ്പെരിമെൻറ്റിന് മുന്നേ എന്തായിരുന്നു, ശേഷം എന്തായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെയുള്ള കമ്പാരിസണിനെയാണ് നമ്മൾ കമ്പാരിസൺ വിത്തിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4 ടൈപ്പിലുള്ള എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആണ് പഠിച്ചത്. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഡിസൈന്, പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈന്, ക്വാസി ഡിസൈൻ ആൻഡ് സ്പെഷ്യൽ ഡിസൈൻ. നമ്മൾ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നു. അതിനുശേഷം റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇത് അക്യുറേറ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വാരിയബിൾസിനെ നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടോ അത്രത്തോളം റിസൾട്ട് അക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുക ഇൻറ്റേർണൽ വാലിഡിറ്റി എന്നാണ്. അതായത് നമ്മൾ ലാബിലൊക്കെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വാരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പോൾ റിസൾട്ട് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻറ്റേർണൽ വാലിഡിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറയും. ഇനി ഈ റിസൾട്ട് നമുക്ക് എത്രത്തോളം ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എത്രത്തോളം ഇത് ആപ്ലിക്കബിൾ ആണ്, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ലാബ് എക്സ്പെരിമെൻറ്റിന് എക്സ്റ്റേണൽ വാലിഡിറ്റി വളരെ കുറവാണ്, നേരെ മറിച്ചിട്ട് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സിന് ഇത് കൂടുതലാണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും മാത്രം എടുക്കാതെ ഒരുപാട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും എടുത്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ റിസൾട്ട് കുറച്ചും കൂടി ജനറലൈസബിൾ ആയിരിക്കും, ബെറ്റർ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇനി എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. 2 വേരിയബിൾസ് തമ്മിലുള്ള കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എക്സ്റ്റേണൽ വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഹ്യൂമൺ എറർ ഒരുപാട് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ റിലയബിൾ റിസൾട്ട് കിട്ടും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം, അതുകൊണ്ട് മിസ്റ്റേക്ക് വരുമോ എന്നുള്ള പേടി വേണ്ട. ഹ്യൂമൻ്റെ കാര്യത്തിൽ ഈ മെത്തേഡ് നടക്കില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഒരാൾ അവരവരുടെ ഇഷ്ടക്കേടിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക, അതുകൊണ്ട് തന്നെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും, ബയസ് കാണിക്കാനും പറ്റും. അതാണ് ഇതിന് ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നമാണ് ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ഒരേപോലുള്ള ഗ്രൂപ്പിനെ കണ്ടെത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. പിന്നെ 2 വേരിയബിൾസ് മാത്രമേ വേണ്ടുള്ളൂ നമ്മൾ പറഞ്ഞു. എക്സ്റ്റേണൽ വേരിയബിളിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ ഈ ഒരു മെത്തേഡ് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം വേണം, 2 വേരിയബിൾസ് വേണം. ഈ വേരിയബിൾസ് ഒരു സമയത്ത് ഒന്നിനെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതിന് നമ്മൾ സിംഗിൾ വേരിയബിൾ ലോ എന്ന് പറഞ്ഞു. പിന്നെ മെഷർമെൻറ്റ് പ്രോഗ്രാം വേണം. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റാൻഡമായിട്ട് 2 ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു. ഈ 2 ഗ്രൂപ്പും ഹോമോജിനസ് ആയിരിക്കണം, അതായത് 2 ഗ്രൂപ്പ് ഒരേപോലെ തന്നെ ആയിരിക്കണം. അതിലൊന്നിനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും മറ്റൊന്നിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുക. കൺട്രോൾ ഗ്രൂപ്പ് ഇതിൻ്റെ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 4 ഡിസൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം വാരിയബിൾ മെഷർ ചെയ്യുന്ന പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ഡിസൈന്, പിന്നെ എക്സ്പെരിമെൻറ്റിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ടെസ്റ്റ് ഡിസൈന്, എക്സ്പെരിമെൻ്റ് നടത്താതെ മെഷർ ചെയ്യുന്ന ക്വാസി അല്ലെങ്കിൽ എക്സ്പോസ് ഫാക്ടർ ഡിസൈന്, പിന്നെ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ് നടത്തുന്ന മിക്സഡ് ഡിസൈന്. അതിനുശേഷം അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.